ടോയൊക്കെ പറയണ്ട് പേടിക്കാണ്ടിരുന്നാ മതി പൊന്നൂസ്. പൊന്നൂസിന് പേടിയാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് കണ്ണൊരുക്കാൻ പോണേണ്. അപ്പൊ നമുക്ക് ആദ്യം അരി ഇടാം. അരി എന്തിനാ? കുഞ്ഞാറ്റയാണ് ഗൈസ് ഈ പ്രാവശ്യം കണിയൊരുക്കണത്. പൊന്നൂസ മതിയോ? അപ്പൊ ഗൈസ് നമ്മൾ കണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പൊ ഗൈസ് ഇത്ര ഉള്ള നമ്മളെ കണി. അപ്പൊ നമുക്ക് നാളെ രാവിലെ കാണാം. തൊഴു ഗൈസ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊന്നൂസ് അമ്പലത്തിൽ പോകണം. അതേ സമയത്ത് കിടന്നുറങ്ങാൻ കാണിച്ചു തരാം. കണ്ട ഗൈസ് കുളിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് കാണാം. ആ വാതിൽ പൊട്ടിയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയാണ്. പൊന്നൂസ് ഇവിടെ ഉണ്ടായി. പൊന്നൂസിനെ നമ്മളെ എഴുന്നേൽപ്പിച്ചു അല്ലേ? നമുക്ക് പോവാം. ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തിയിട്ട് പൊന്നൂസും നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പൊന്നൂസും ഉണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ തൊഴുതിറങ്ങി നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ്. ചേച്ചൻ പുറകെ വരും, അല്ല കാറിന് വരും. ഞങ്ങൾ പോവാണ് ഗൈസ്. ബാ. അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് വിഷുക്കന്നിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം. ചേട്ടൻ പൊന്നൂസിന് വിഷുക്കന്നിട്ടം കൊടുക്കുവാണ്. നീ കുഞ്ഞാറ്റക്ക് കുഞ്ഞാറ്റ സദ്യ കഴിക്കാതിരിക്കുവാണ് ഗൈസ്. കുഞ്ഞാറ്റയാണ് ഇപ്പം ഓലപ്പടക്കം പൊട്ടിക്കണം. കുഞ്ഞാറ്റയുടെ പേടിയൊക്കെ മാറി അല്ലേ ഗൈസ്? അല്ല കുഞ്ഞാറ്റയുടെ പേടി മാറിയാ? എന്നിട്ട് പൊട്ടണില്ലല്ലോ.
അപ്പോൾ ഗായ്സ് ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് പൊന്നിച്ച് പേടിയാണെന്ന് പറഞ്ഞിട്ട് അകത്തിരുന്ന് ഫോൺ കണ്ടാണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടത്തെ ബെല്ലൈക്കൺ. എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി വിഷു.